കെ.എസ്.ആർ.ടി.സി ജീവനക്കാരും യാത്രക്കാരും കൈകോർത്തു. മാർഗതടസ്സമായി അച്ചൻകോവിൽ കാനനപാതയിൽ വീണുകിടന്ന മരം പൂർണ്ണമായും നീക്കം ചെയ്തു. അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് മരം കടപുഴകി വീണത്. വനാതിർത്തിയിലുണ്ടായിരുന്ന മരം വൈദ്യുത പോസ്റ്റുകളും ഇലക്ട്രിക് ലൈനുകളും തകർത്തുകൊണ്ട് നിലംപതിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 8:30 അച്ചൻകോവിൽ കോളനിക്ക് സമീപം വനാതിർത്തിയിൽ നിന്ന മരമാണ് കടപുഴകി വീണത്. തൊട്ടു പിന്നാലെയാണ് അച്ചൻകോവിൽ നിന്നുള്ള പുനലൂർ ബസ് സർവീസ് ആരംഭിച്ചത്. വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമടക്കം 30ഓളം ആളുകളാണ് ബസ്സിലുണ്ടായിരുന്നത്. പാതയിലേക്ക് മരം വീണതോടെ പൂർണ്ണമായും ഗതാഗതവും സ്തംഭിച്ചു. ഇതോടെയാണ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും പുനലൂർ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിലെ ജീവനക്കാരും അച്ചൻകോവിൽ നാട്ടുവർത്തമാനം വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളും ചേർന്ന് മരം നീക്കം ചെയ്യാൻ ആരംഭിച്ചത്. ഇനി നീ ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടെത്തിക്കാം. ഇനി നീ ടിക്കറ്റ് എടുക്കണ്ട. പൊളിച്ചോട്ടണം കുഞ്ഞാളെ. ടൂറിസ്റ്റ് ആയിട്ട് വന്ന പിള്ളേരുടെ ഗതിയാ, എന്ത് ചെയ്യാൻ പറ്റും? ബസ്സിൽ വിവിധ മേഖലകളിലേക്ക് ജോലിക്കായി പോകുന്നവരുടെ കയ്യിൽ മരം മുറിച്ചു മാറ്റുവാൻ ഉപയോഗിക്കുന്ന വെട്ടുകത്തികളുണ്ടായിരുന്നു. ഇതുപയോഗിച്ച് 2.5 മണിക്കൂർ സമയം കൊണ്ടാണ് മരം പൂർണ്ണമായും പാതയിൽ നിന്നും നീക്കം ചെയ്ത. കെ.എസ്.ആർ.ടി.സി പുനലൂർ ഡിപ്പോയിലെ ഡ്രൈവർ ജോസഫ്, കണ്ടക്ടർ അജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. തുടർന്ന് ഇലക്ട്രിസിറ്റി ജീവനക്കാരെത്തി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. കാനനപാതയായ അലിമുക്ക് അച്ചൻകോവിൽ പാതയിൽ മിക്കപ്പോഴും വനാതിർത്തിയിലെ മരങ്ങൾ പാതയിലേക്ക് കടപുഴകി വീഴുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 8:40 അച്ചൻകോവിൽ നിന്ന് പുനലൂരേക്ക് വരുന്ന വഴി ഏകദേശം അച്ചൻകോവിൽ നിന്ന് 7-8 മിനിറ്റ് ആയിക്കാണ്. അപ്പോൾ റോഡിൽ തടസ്സമായിട്ട് ഒരു മരം വീഴുകയും അതിനോടൊപ്പം തന്നെ പോസ്റ്റും നിലംപൊത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ മാർഗമില്ലാത്ത കാരണം ഞങ്ങളെല്ലാവരും കൂടെ തന്നെ യാത്രക്കാരും 5ഓളം യാത്രക്കാരും എല്ലാവരും കൂടെ സഹകരണത്തോടുകൂടി അത് വെട്ടിമാറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ച് യാത്ര പുനരാരംഭിക്കാനായിട്ട് സാധിച്ചു. വണ്ടിക്കകത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ കയ്യിൽ നമ്മുടെ ഭാഗ്യമാണെന്നോ 2 അവരുടെ വാളുണ്ടായിരുന്നു. അത് വളരെ ഉപകാരപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റ് വെച്ചാൽ അടുത്ത് തന്നെ അവിടെ കോളനിയിൽ നിന്ന് ഒരു വടം കൊണ്ടുവന്ന് കെട്ടി എല്ലാവരും കൂടെ തന്നെ വലിക്കാനുണ്ടായത്. അങ്ങനെ അത് നീക്കം ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള അപകടം വെച്ചാൽ നിലവിൽ എനിക്ക് 2 അനുഭവം ഉണ്ട്. അപ്പോൾ 2 അനുഭവത്തിലും ഫോറസ്റ്റുകാരെ ഒന്ന് വെട്ടുകയാണുണ്ടായത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഞങ്ങൾ നിന്ന സ്ഥലത്ത് റേഞ്ചില്ല. പലരും കോണ്ടാക്ട് രക്ഷയില്ല, ആർക്കും റേഞ്ചില്ലാത്ത സ്ഥലമായി. അത് കാരണം ഞങ്ങളെല്ലാവരും കൈയെടുത്ത് അത് ചെയ്യാൻ സാധിച്ചു. അടുത്ത സർവീസ് ഇവിടുന്ന് 11:50. ഇവിടെ അവിടുന്ന് 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. ഇവിടെ 11:30 ഇവിടെ വന്ന് ഡീസലടിച്ച് വണ്ടി അത്യാവശ്യം ചെക്ക് ചെയ്യണമായിരുന്നു. ചെക്ക് ചെയ്ത് ഉടനെ തന്നെ ഡ്യൂട്ടി പോകാനായിട്ട് സാധിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.